സ്പിരിച്വൽ വേൾഡിലേക്കുള്ള എൻട്രിയാണ് നമ്മുടെ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന 3 കാലങ്ങളും കാണാൻ പറ്റുമെന്ന്. ഈ വേൾഡിലേക്കുള്ള ഒരു എൻട്രിയാണ്. അപ്പൊ നമുക്ക് കാണാത്തത് കാണാൻ പറ്റും. എങ്ങനെയാണ് ഒരു ഏഞ്ചലിനെ വെച്ച് നമ്മൾ ഹീൽ ചെയ്യുന്നത്? ഏഞ്ചലിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഹീൽ ചെയ്യലാണ്. നമ്മൾ ആദ്യം എന്ത് സ്പിരിച്വൽ പ്രാക്ടീസോ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഓറ ക്ലെൻസ് ആണ്. നമ്മളെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കോൺഷ്യസ് ഉണ്ടാവേണ്ടിക്ക് നമ്മൾ മനുഷ്യനായിട്ട് തന്നെ ജന്മം എടുക്കണം. നമ്മുടെ ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതില്ലെങ്കിൽ നമ്മൾ എത്ര പവർഫുൾ ആയാലും ഒരു രക്ഷയില്ല. കാരണം ഇപ്പം നമുക്ക് പഞ്ചഭൂതങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായാൽ നമുക്ക് ഭൂമിയിൽ എന്തിനും കൺട്രോൾ ചെയ്യും. ബോഡിയിൽ പഞ്ചതത്വങ്ങൾ ബാലൻസ് ആവുക ചെയ്യുന്നു ഈ ഹീലിങ്ങിന്റെ സമയത്ത്. ഓരോ ചക്രാസിനും ഓരോ ഭൂതങ്ങളുണ്ട്. സകൽ ചക്ര ബാലൻസ് ആവും. വെള്ളം നല്ലോണം കുടിച്ചാൽ മതി. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ ആരത് കഴിവ് അതിലില്ല. കാരണം ഇതൊന്നും ചെയ്യുന്ന നമ്മളല്ല. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ലെൻസ് ആവാൻ പറ്റുമോ, നിങ്ങളൊരു നല്ല മനുഷ്യനാകാൻ പറ്റുമോ, നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഗുരുക്കന്മാർക്ക് അത്രത്തോളം ശക്തി. അതെ അതെ, അവര് ചക്രകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് അവർക്ക്. ഒരു ചക്രനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. ഓൾറെഡി ബൈ ബർത്ത് ആയിട്ട് തന്നെ ഉണ്ടാവും. നമ്മളെ പോലത്തെ ആൾക്കാർ ഉണ്ടാവും, എല്ലാവരിലും ഉണ്ടാവും ഈ ഒരു ശക്തി, എല്ലാവരിലും ഉണ്ടാവും. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും അതിന് ബുദ്ധിമുട്ടുന്നില്ല. കാരണം നമുക്ക് ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് നമ്മൾ ആലോചിക്കാം ഒരു ഹീലറെ കണ്ട് ഹീൽ ചെയ്യാൻ. ആരും ചിന്തിക്കുന്നില്ല ഇത് ഞാൻ പഠിച്ച് ഹീൽ ചെയ്യാൻ തുടങ്ങിയ എന്തായിരിക്കും മാറ്റം എന്നില്ല. ഞാൻ തന്നെ എൻ്റെ ചക്രകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു എല്ലാവർക്കും പഠിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ജീവിത അവസാനം വഴിമുട്ടി നിൽക്കുമ്പോൾ ഇപ്പം മരുന്നുകൾക്കോ മറ്റൊന്നിനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ പിന്നെ ഒരു മാന്ത്രികമാണ് ആലോചിക്കുന്നത്. മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടോ എന്തെങ്കിലും ചെയ്ത് ഏതെങ്കിലും മന്ത്രവാദി എടുത്ത് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഹീലർമാർ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്നൊരു അത്ഭുതം സംഭവിക്കും. അത്ഭുതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതെ അതെ അതെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത്ഭുതം സംഭവിക്കുന്ന വെച്ചാൽ നമ്മളല്ല, നമ്മൾ ഇപ്പോൾ ഒരു ഹീലർ എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആൾ പറയുന്ന ഞാനത് മാറ്റിത്തരാം, ഞാനത് ചെയ്തു തരാം, അങ്ങനെ ഒരു വേർഡ് ഇവിടെ ഇല്ല. ഒരു ഹീലർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഹീലർ എന്ന് പറയാൻ പറ്റുമോന്നില്ല സംശയം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ എനർജി അല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പം റേക്കിയിലാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പ്രാണോർജാണ്. ഇപ്പൊ റേക്കി എന്ന് പറയുമ്പോൾ പല ടൈപ്സ് ഓഫ് റേക്കീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ റേക്കി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാണോർജ നിങ്ങളിലേക്ക് വരിക. ഇപ്പൊ ഉസൂയി റേക്കി തന്നെ വരണമെന്നില്ല, കരുണ റേക്കി വരും, ചിലപ്പം ജീസസ് ക്രൈസ്റ്റ് റേക്കി വരും. അപ്പോൾ പല ടൈപ്സ് ഓഫ് റേക്കി ഉണ്ട്. അപ്പൊ ആ റേക്കിക്കും ജീസസ് ക്രൈസ്റ്റിന്റെ റേക്കി അത് ശരിക്കും റേക്കി എന്ന് പറയുന്നത് പ്രാണോർജം മാത്രമാണ്. അത് ഏത് മൊഡാലിറ്റിയും ആവാം. പക്ഷെ അതിന് മുന്നിൽ വരുന്ന വേർഡ്സ് ആണ് പ്രധാനം. ഇപ്പം ഉസൂയി എന്ന് പറയുമ്പോൾ ഡോക്ടർ ഉസൂയി സാറിന്റെ ഇതായിട്ടുള്ള റേക്കി സിസ്റ്റമാണ് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ കരുണ റേക്കി ഉണ്ട്, അത് ഉസൂയി റേക്കിന്റെ കൂടെ ക്ലിപ്പ് ചെയ്തിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. കരുണ റേക്കിയിൽ ശരിക്കും പറഞ്ഞാൽ കരുണ റേക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് സിദ്ധി സായിബാബാന്റെ ഒരു ബ്ലെസ്സിങ്സിലാണ്. ശരിക്കും സായിബാബ റേക്കി ആയിരുന്നത്, സായിബാബ റേക്കിയാണ് കരുണ റേക്കി. അത് പിന്നെ ചേഞ്ച് ചെയ്ത് നിയമപരമായ കുറെ കഥകളുണ്ട് അതിന്റെ പിന്നിൽ. അങ്ങനെ അത് ചേഞ്ച് ചെയ്തിട്ട് കരുണ റേക്കി ആക്കിയാണ്. ഈ വലിയ നമ്മൾ അറിയപ്പെട്ടിരുന്ന ഗുരുക്കന്മാർക്കെല്ലാം ഈ റേക്കിയുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഈ ഡോക്ടർ ഉസൂയി എന്ന് പറയുന്നത് കാശിയിൽ വന്നിട്ടും പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോയതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മൗണ്ട് ഖുറാമെന്ന് ഈ ഇതായത് അറ്റോൺമെന്റ് ഓട്ടോമാറ്റിക്കായിട്ട് യൂണിവേഴ്സൽ അറ്റോൺമെന്റ് ആയതാണ്. അപ്പം അതിൻ്റെ മുന്നിൽ അദ്ദേഹം ശ്രീബുദ്ധന്റെ അനുയായിയാണ്. ഇപ്പം കാശിയിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിനും പെട്ടെന്ന് ബോധോദയം ഉണ്ടായി. അപ്പോൾ അതാ പറയുന്നത്. അപ്പം ചാനലൈസ്, അപ്പം അദ്ദേഹം കണ്ടെത്തിയതല്ല ഇതെല്ലാം ഓൾറെഡി ഇവിടെ ഇല്ലതാണ്. അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു. നമ്മളിപ്പം ചില റീഡിസ്കവർ ചെയ്യാന്നെല്ലാം പറയുന്നത്. അതുപോലെ പരിചയപ്പെടുത്തി തന്നാണ് നമുക്ക് ഇവിടെയുണ്ട്, നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പൊ നമ്മളിപ്പം കാണുമ്പോൾ നമ്മൾ ഇപ്പൊ കണ്ണുകൊണ്ട് കാണുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ. ഇപ്പം ഏകദേശം എനിക്ക് ഓർമ്മയില്ല, 350 മുതൽ 740 അങ്ങനെ എന്തോ ആണ് ഒരു റേഞ്ച്. ആ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓരോ റേസ്, ഇപ്പൊ 7 ടൈപ്സ് ഓഫ് റേസിൽ ഒരു പാർട്ട് മാത്രമാണ് ഈ കണ്ണുകൊണ്ട് കാണുന്നത്. ഞാൻ ഈ സയൻസ് അങ്ങനെ ഇതായിട്ട് പറയല്ല. അപ്പം അതിൽ ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇല്ലാണ്ടാവുന്നില്ലല്ലോ, അതെല്ലാം ഇല്ലേ? ഗാമ റേസ്, എക്സ് റേസ്, പിന്നെ ബീറ്റ റേസ്, അങ്ങനെയുള്ള ഓരോ റേസ് ഉണ്ട്. അപ്പോൾ ഇത് 7 സിസ്റ്റായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഒറ്റൊരു റേന്റെ ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി 6 പുറത്ത് നമ്മളെ കണ്ണിന്റെ ഈ ഈ റേഞ്ചിന്റെ പുറത്താണ്. അപ്പൊ അതിന്റെ അർത്ഥം അതൊന്നും ഇല്ലാന്നല്ലല്ലോ.
അപ്പൊ ഈ നമ്മുടെ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ ഈ ടൈപ്സ് ഓഫ് എനർജീസ് ഗാമ റേസിന്റെ മോഡലിലാണ് വരിക, എക്സ്റേസിന്റെ മോഡലാണ് വരിക. അപ്പം ഈ റേഞ്ചിൽ നമ്മുടെ ചുറ്റിലും ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെ കാണാനില്ല. ചിലപ്പം ഈ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫി ഉണ്ട്, അതിൽ ഈ റേസിനെ കാണാൻ പറ്റുമെന്നില്ല പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ പഠിച്ച് കേട്ടത്. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പം ഇത് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പിരിറ്റ്സിനെയും ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് സ്പിരിച്വൽ വേൾഡിലേക്കുള്ള എൻട്രിയാണ് നമ്മുടെ തേർഡ് ഐ. അത് നമ്മുടെ ഏകദേശം പിരികത്തിൻ്റെ മധ്യത്തിലെ വരിക. കുറച്ചും കൂടി നമ്മൾ ഹയർ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗം, ഇപ്പം ശിവൻ എല്ലാം കാണുന്നില്ല. ഇപ്പം എന്താണ് തേർഡ് ഐ എന്ന് പറഞ്ഞാൽ തൃക്കണ്ണ്. തേർഡ് ഐ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന 3 കാലങ്ങളും കാണാൻ പറ്റുമെന്ന്. ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്, അതായത് ടൈമും ഇല്ല സ്പേസും ഇല്ല, നമുക്ക് ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ 3 ഇത്. അത് ശരിക്കും ഒരു എൻട്രൻസ് ആണ്. ഇപ്പം നമ്മൾ ആകാശിക്കലായാലും നമ്മൾ ചെയ്യുന്നത് ഈ വേൾഡിലേക്കുള്ള ഒരു എൻട്രിയാണ്. അപ്പം നമുക്ക് കാണാത്തത് കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ബീറ്റാ റേസിനെ കാണാൻ പറ്റും, ഗാമ റേസിനെ കാണാൻ പറ്റും, എക്സ്റേ കാണാൻ പറ്റും. അപ്പം അത് കാണുമ്പോഴാണ് ചില ആൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകും. നമ്മളൊരു ഗുരുവിൻ്റെ പ്രോപ്പർ ഗൈഡൻസിലല്ല ഇത് നിങ്ങൾ പോകുന്നതെങ്കിൽ നമുക്ക് കാരണം നമ്മൾ കാണുന്നിടത്തിൽ ഈ എൻറ്റിറ്റീസ് അല്ലെ സ്പിരിറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ തേർഡ് ഐനെ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് ഐയിലേക്ക് അവർ ഈ എൻറ്റിറ്റീസും ഇവരെല്ലാം നമ്മുടെ ഓരോ എനർജിയും മാറുന്നതനുസരിച്ച് നമ്മൾ അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫ്രീക്വൻസി മാറും, നമ്മുടെ വൈബ്രേഷൻ മാറുമ്പോൾ നമ്മൾ ആ ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ സ്പിരിറ്റ്സ് നമ്മളിലേക്ക് അട്രാക്റ്റ് ആവും. ഇപ്പം നമ്മൾ ആകാശിക്ക് എന്ന് പറയുന്നത് 5th ഡയമെൻഷനിൽ വരുന്നൊരു സംഭവമാണ്. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ 3 to 4 ഉള്ളിലാണ് ഉണ്ടാകുക. 2 വരുന്നത് മൃഗങ്ങളും കാര്യങ്ങളിലാണ്. അപ്പം 3 to 4 ഇടയ്ക്ക് ഉണ്ടാകുന്ന ആൾക്കാർ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ 3 4 പോകും. 4 5 കയറുമ്പോഴാണ് നമുക്ക് ആകാശിക് ഇത് വ്യൂസ് എല്ലാം കാണാം. അപ്പം ഇത് കാണുന്ന സമയത്ത് നമ്മൾ തേർഡ് ഐ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ തേർഡ് ഐ ഓപ്പൺ ആവുന്ന സമയത്ത് ആ ഡയമെൻഷനിലെ എൻറ്റിറ്റീസും സ്പിരിറ്റ്സും ഡൈറ്റീസ് എല്ലാം ഉണ്ടാവും. അതിനെ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഏതെങ്കിലും ഒരു എൻറ്റിറ്റീസോ സ്പിരിറ്റ്സോ നമ്മളായിട്ട് അട്രാക്റ്റ് ആയാൽ നമ്മുടെ തേർഡ് ഐയിലേക്ക് അത് ക്യാപ്ചർ ചെയ്യും. പിന്നെ നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഈ സ്പിരിറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ണിൽ ഗ്ലാസ്സിൽ ഒരു സ്റ്റിക്കർ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നിടത്തെല്ലാം ആ സ്റ്റിക്കറല്ല കാണുക. അതുപോലെ നമ്മുടെ തേർഡ് ഐനെ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേർഡ് ഐയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള എൻറ്റിറ്റീസ് നമ്മൾ ഓറ പ്രൊട്ടക്റ്റഡും ബ്ലോക്കെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഈ ഏഞ്ചൽ ഹീലിങ്ങിനെ പറ്റിയിട്ട് ഞാനൊരു ഫാദറിനോട് കൂടെ സംസാരിക്കുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കഴിയില്ല, ഏഞ്ചൽസിനെ വിളിച്ചു വരുത്തി ഹീൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ കഴിയുമോ? ഇപ്പോൾ ഒരാൾ കഴിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആളായിരിക്കണം. ഞാൻ ചെയ്ത് നോക്കി, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അദ്ദേഹം ചെയ്തു നോക്കിയോ? ഇല്ല, ചെയ്തു നോക്കിയല്ല. അപ്പം നമ്മൾ ചെയ്യാത്തതുകൊണ്ട് ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ ബീറ്റാ റേസും ഗാമ റേസും ഞാൻ കാണുന്നില്ല, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഏഞ്ചൽ ഹീലിംഗ് ചെയ്യുന്നതാണ്, അതിൽ മാറ്റങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ദൈവം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചാൽ ദൈവത്തിനെ കാണിച്ചു തരാൻ പറ്റുമോ? അതില്ല. ഒരു യുക്തിവാദം പറയുന്നത് ഈ ക്രൈസ്റ്റ് ആണ് മെയിൻ, അതുകൊണ്ട് ക്രൈസ്റ്റിനെ മധ്യസ്ഥതയിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഹീലിങ്ങുകളാണെങ്കിലും മറ്റു കാര്യങ്ങളും നടക്കുകയുള്ളൂ. അല്ല, പക്ഷെ ഇപ്പം നമ്മളിപ്പോ ഒരു മത നമ്മളിപ്പോ ഒരാള് അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട് പലതും കൊണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാന്ന് സമർത്ഥിപ്പിക്കാൻ പറ്റണ്ടേ? ഇപ്പം നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് ഒരു മേഖലയിലെ ആൾക്കാർ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി 3/4 ഭാഗം ആൾക്കാർ പുറത്ത് ഈ മേഖല ഒന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ, അവര് പലതും ചെയ്യുന്നുണ്ടല്ലോ, പല സ്പിരിച്വൽ പ്രാക്ടീസസും ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും അനുഭവം ഇല്ലാണ്ട് ആരും ഇതിൽ നിൽക്കത്തില്ലല്ലോ. ഇപ്പം ഏഞ്ചൽ ഹീലിംഗ് തന്നെ ഞാൻ ചെയ്ത് പരിചയമുണ്ട്, ഞാൻ പഠിപ്പിച്ച ആൾക്കാർക്ക് പരിചയമുണ്ട്, അതുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. അതല്ല ആർക്കും ഗുണം ഇല്ലെങ്കിൽ ആരെങ്കിലും ഇതുകൊണ്ട് മുന്നോട്ട് പോവോ? ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ പൊലിപ്പിച്ച് ഇങ്ങനെ ഇത് ചെയ്യണം, ഇത് അങ്ങനെയാണ് ഭയങ്കരമാണ് അങ്ങനെയൊന്നുമില്ല. ഇത് ഡിപ്പെൻസ് ആണ്. എങ്ങനെയാണ് ഒരു ഏഞ്ചലിനെ വെച്ച് നമ്മൾ ഹീൽ ചെയ്യുന്നത്? ഇപ്പൊ ഏഞ്ചലിനെ വെച്ച് ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിപ്പോ. ഏഞ്ചലിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഹീൽ ചെയ്യലാണ്. നമ്മൾ ഹയർ ഇതായിട്ടില്ല ഇതിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ സ്പിരിറ്റ്സ് അങ്ങനത്തെ ഡെമോൺസ് അതിനോടെല്ലാം നമ്മൾ ഇത് ചെയ്യുക, കമാൻഡ് ചെയ്യുക. അപ്പം ഏഞ്ചൽസിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. പക്ഷെ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏഞ്ചൽസ് ഉണ്ട്, ഫോളൻ ഏഞ്ചൽസ്, അതിനോട് നമ്മൾ കമാൻഡ് ചെയ്യുക. അപ്പം ഈ ഹയർ ആയിട്ടുള്ള ഏഞ്ചൽസിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. ഇങ്ങനെ അവരെ വിളിച്ചു വരുത്താൻ സാധാരണ നിങ്ങളിപ്പോൾ ഒന്നും അറിയില്ല, ഒരാൾ
ഏഞ്ചൽസിനോട് ഭയങ്കര താല്പര്യം. ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ചെറുപ്പത്തിൽ എനിക്കും ഏഞ്ചൽസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഏഞ്ചൽസിന് നമുക്കൊന്നും അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏഞ്ചൽസിന് നമ്മൾ ആദ്യം എന്ത് സ്പിരിച്വൽ പ്രാക്ടീസോ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഓറ ക്ലെൻസാണ്. ഓറ ക്ലെൻസാണ് നമ്മൾ കുളിക്കുക, അത്രേ ഉള്ളൂ. കുളിച്ച് നല്ലൊരു ഡ്രസ്സെല്ലാം ഇട്ട് നമ്മൾ സമാധാനത്തിലിരിക്കുക, ഒരു ചിന്ത. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയം നമ്മൾ ചിന്തിക്കാറ് ഇന്നയാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ഇന്നയാൾ തരാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും ചിന്തിച്ചാൽ ഇത് വർക്ക് ചെയ്യില്ല. നമ്മൾ സമാധാനത്തിലിരിക്കുക, ശ്വാസം. അതിന് നമ്മൾ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ശ്വാസം ഒന്ന് ദീർഘമായിട്ട് ഒരു 7-8 പ്രാവശ്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി സബ് കോൺഷ്യസും തമ്മിൽ ഒരു അകൽച്ചം വരും. അപ്പോൾ ആ അകലുന്ന സമയത്താണ് നമുക്ക് ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. കാരണം നമ്മളെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്ത വരും, ഇത് നടക്കുമോ? ആളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഇല്ലാത്തതായിരിക്കും. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ഇല്ലാത്തതായിരിക്കും. നമ്മൾ തന്നെ ചോദിക്കും, ഇത് ചിലപ്പോൾ ചാൻസ് ഇല്ല നടക്കാൻ. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ സംഗതി നടക്കൂല. നമ്മൾ ഇത് നേരെ എന്ത് ചെയ്യണം? സബ് കോൺഷ്യസ് മൈൻഡിനെ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ മുന്നേ ഉള്ള ആൾക്കാരെല്ലാം പറയുന്നത് കേട്ടില്ല, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നല്ല നല്ല മ്യൂസിക് അല്ലെങ്കിലും ഡിവൈനായിട്ടുള്ള മന്ത്രാസ് കേട്ട് ഉറങ്ങണം. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസ് മൈൻഡ് ജസ്റ്റ് ഒന്ന് ഡൗൺ ആയിട്ട് ഈ ഉറക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവും. അപ്പം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ചെറിയ കുട്ടിയെ പോലെയാണ്. നമ്മളിപ്പോൾ രാവിലെയാന്ന് പറഞ്ഞാൽ അത് രാവിലെയാന്ന് വിശ്വസിക്കും, രാത്രിയാന്ന് പറഞ്ഞാൽ രാത്രി വിശ്വസിക്കും. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ 95% നമ്മുടെ ബ്രെയിനിൻ്റെ മെമ്മറി സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അത് നമ്മൾ പാസ്റ്റ് ലൈഫ് ആയിക്കോട്ടെ, ഈ ലൈഫിൽ ചെറുപ്പത്തിൽ നടന്ന എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിനെ ജസ്റ്റ് മാറി സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയാൽ നമ്മൾ ഇതിലേക്ക് ആക്സസ് ആയി, നമ്മുടെ മെമ്മറിയിലേക്ക് ആക്സസ് ആയി. അപ്പോൾ ഈ മന്ത്രാസ് എല്ലാം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേൾക്കുന്നുണ്ടാവും. അതവിടെ സ്റ്റോർ ആവും, അവിടുന്ന് ക്ലെൻസിങ് നടക്കും, അപ്പോൾ നമുക്ക് ഹീലിംഗ് നടക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ ഒരു ഹീലിംഗ് നടക്കുമ്പോൾ ഒരാൾ ട്രാൻസിലേക്ക് പോകും. നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് എന്ന് പറയില്ല ഹീലിംഗ് നടന്നു. എന്താ സംഭവം? ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവുന്ന, സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവുക. അന്നേരം നമ്മുടെ വേഗസ് നെർവസ് സിസ്റ്റം ഉണ്ട്, അതെല്ലാം ഇന്റേണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സമയത്താണോ ഹീലർ അവരുടെ ലൈഫിനെ മാറ്റുന്നത്? അതെ തന്നെ, ഈ സമയത്ത് ഹീലർ അല്ല മാറ്റുന്നത്. നമ്മളിപ്പോൾ ഒരു ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇൻറ്റൻഷൻ വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ ഹീൽ ചെയ്യാമെങ്കിൽ ഇന്നയാൾ ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത്, ഇന്നയാൾക്ക് ഇന്നേ പ്രോബ്ലമാണ്, അതാണ് ഹീൽ ചെയ്യേണ്ടത്. നമ്മളൊരു ഇൻറ്റൻഷൻ വെക്കുന്നത്. ഈ എനർജി ഒരിക്കലും അറിയില്ല ഇന്നയാൾക്ക് ഇന്നേ ചെയ്ത് കൊടുക്കുക, അങ്ങനെ എനർജിക്ക് കോൺഷ്യസ് ഇല്ലല്ലോ. ഈ എന്തിനാണ് കോൺഷ്യസ് ഉണ്ടാവേണ്ടിക്കാൻ നമ്മൾ മനുഷ്യനായിട്ട് തന്നെ ജന്മം എടുക്കണം. അതിനാണ് നമ്മൾ ഈ സ്പിരിച്വൽ വേൾഡിൽ ശരീരത്തിന് ഭയങ്കര അടിയാണെന്നാണ് പറയുന്നത്, അടികയിലാണെന്ന് ചെയ്ത്. കാരണം ശരീരം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതില്ലെങ്കിൽ നമ്മൾ എത്ര പവർഫുൾ ആയാലും ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അങ്ങനെ വേറൊരു ഇതിലും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുക, സ്പിരിറ്റ്സ് ആയിക്കോട്ടെ, സ്പിരിറ്റ്സിൽ ഒരു പ്രത്യേക ഇത് മാത്രമാണ്, എയറും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ എലമെൻറ്റും ഉണ്ടായിരിക്കും. ഇപ്പം ജിന്നിനെ ആയിക്കോട്ടെ, ജിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അഗ്നീൻ്റെ ജിന്നുണ്ട്, വെള്ളത്തിൻ്റെ ജിന്നുണ്ട്. അവരിൽ ഒറ്റ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ആ ഒറ്റ ഒരു ഇതുകൊണ്ട് നിർമ്മിച്ചതിനാണോ ശക്തി ഉണ്ടാകുക? അതായത് 5 കൊണ്ട് നിർമ്മിച്ചതാണോ ശക്തി ഉണ്ടാകുക? 5 കൊണ്ടില്ല തന്നെ. അപ്പം നമ്മളാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പോരെ, ജിന്ന് എത്ര പവർഫുൾ ആയാലും അല്ല സ്പിരിറ്റ് എത്ര പവർഫുൾ ആയാലും ഒരു മനുഷ്യൻ ഇങ്ങനെ ചൂണ്ടിയിട്ട് അതിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നില്ലേ? അപ്പൊ ആരാ പവർഫുൾ? നമ്മളാണ് അവരാണ്? നമ്മളല്ലേ? ഇപ്പൊ ദൈവത്തെ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ, ഗുരുവായൂരായിക്കോട്ടെ, ഏത് അമ്പലത്തിലായിക്കോട്ടെ, പ്രതിഷ്ഠിച്ചതാരാ? മനുഷ്യനാണ്. അപ്പം അവിടെയുള്ള ദേവന്റെ പിതൃസ്ഥാനീയ അച്ഛനാണ്, അല്ല സോറി തന്ത്രിയാണ്. അപ്പൊ തന്ത്രിയല്ലേ പ്രധാനം. അപ്പൊ ഇത്രയും ആൾക്കാരെ അനുഗ്രഹിക്കുന്ന ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച ഒരു മനുഷ്യനാ. അപ്പം അതേപോലെ ഓരോ പള്ളിയിലായിക്കോട്ടെ എല്ലാം ചെയ്തിരിക്കുന്ന മനുഷ്യനാ. അപ്പൊ മനുഷ്യനല്ലേ ഏറ്റവും വലിയ പവർഫുള്ള്. അപ്പൊ നമുക്ക് പഞ്ചഭൂതങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായാൽ നമുക്ക് ഭൂമിയിൽ എന്തിനും കൺട്രോൾ ചെയ്യാം. നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാം. ശരിക്കും നമ്മുടെ ബോഡിയിൽ പഞ്ചതത്വങ്ങൾ ബാലൻസ് ആവുക ചെയ്യുന്നു ഈ ഹീലിങ്ങിന്റെ സമയത്ത്. പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ബോഡി പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചില്ലേ. ഓരോ ചക്രാസിനും ഓരോ ഭൂതങ്ങളുണ്ട്. അപ്പോൾ റൂട്ട് ചക്രയാണെങ്കിൽ ഭൂമി. അപ്പോൾ റൂട്ട് ചക്ര ബാലൻസ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഭൂമി തത്വം ബാലൻസ് ആവും. ഭൂമി തത്വം ബാലൻസ് ആവും. സകല ചക്ര ആകുമ്പോൾ വെള്ളം,
അപ്പം നമുക്ക് ഇതിനെങ്ങനെ ഇത് ചെയ്യാം? വെള്ളം നല്ലോണം കുടിച്ചാൽ മതി. നമ്മുടെ സക്കൽ ചക്ര ബാലൻസ് ആവും, വെള്ളം നല്ലോണം കുടിച്ചാൽ മതി. വെള്ളം നല്ലോണം കുടിക്കാന്ന് വെച്ചാൽ വെള്ളം ഓവറായി കുടിച്ചാൽ അൺബാലൻസ്ഡ് ആവും. അപ്പം നമ്മൾ കറക്റ്റായി വെള്ളം കുടിച്ചാൽ ബാലൻസ്ഡ് ആവും. അഗ്നിതത്വം, സോളാർ പ്ലെക്സസ്, സൂര്യൻ. അപ്പം ഈ നമ്മുടെ ദഹനേന്ദ്രിയം ഇതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സോളാർ പ്ലെക്സസ് ആണ്. അപ്പോൾ ആ തത്വം ബാലൻസ്ഡ് ആവും. അങ്ങനെ ഓരോ തത്വങ്ങൾ ബാലൻസ് ചെയ്താൽ നമ്മുടെ ബോഡിയിലും നമ്മുടെ എല്ലാം ബാലൻസ് ആവും. ഇതാണ് അവിടെ നടക്കുന്നത്. വാഗസ് നെർവസ് ഡിസ്കംഫർട്ട് ആക്കുക, അതായത് കംഫർട്ട് ആക്കുക. അത് ഒരു ഇതിലേക്ക് പോകുന്ന സമയം നമ്മൾ ആ ട്രാൻസിലേക്ക് പോകും. ആ ട്രാൻസിലേക്ക് പോകുന്ന സമയത്ത് ഈ നെർവസ് എല്ലാ എനർജി ചക്രാസിൻ്റെയും ഇന്റേണൽ ഓർഗൻസ് ആയിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഇതിലേക്കൂടി എനർജി ഇറങ്ങി പോകുമ്പോൾ എല്ലാ ഇന്റേണൽ ഓർഗൻസിലേക്കും ഈ എനർജി പാസ്സായിട്ട് അവിടെ ഹീലിംഗ് സംഭവിക്കും. ചക്രാസ് അടക്കം ഹീലാവും. ഹീലാവും എന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ആവും, അവിടെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹീലിംഗ് സംഭവിക്കും. ഇങ്ങനെയാണ് ഹീലിംഗ്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഞ്ചൽ ഹീലിംഗ് എടുക്കുക, ലാമാഫെറ എടുക്കുക, ഏത് വേണമെങ്കിൽ എടുക്കുക. ഞാനിപ്പം പറയുന്നില്ല ഏഞ്ചൽ ഹീലിംഗ് നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഹീലിംഗും നടക്കണമെന്നില്ല. നിങ്ങൾക്ക് ചില സമയം ലാമാഫെറ ആയിരിക്കും നല്ലത്. ഓക്കെ, ലാമാഫെറ മതി. ഏഞ്ചൽ ഹീലിംഗ് ചെയ്യുക. അങ്ങനെ ഓരോ ഇതിൽ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നത്, നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡീനെ റിലാക്സ് ആക്കുക, പൂർണ്ണമായി റിലാക്സ് ആക്കി സബ് കോൺഷ്യസ് മൈൻഡിനെ ഓപ്പൺ ആക്കുക എന്നില്ലാന്ന് പ്രധാനം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ ഏഞ്ചൽ, ഇപ്പം നമ്മൾ ഏഞ്ചൽസിൻ്റെ കുറേ ഏഞ്ചൽസ് ഇപ്പം നമ്മൾ അധികം റിവീലായിരിക്കുന്നത് 16-17 ഏഞ്ചൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരു ആർക്കേഞ്ചൽ റാഫേലാണ് ഹീലിങ്ങിൻ്റെ ഡോക്ടറാണെന്ന് പറയും. അപ്പം നമ്മൾ ഈ ആർക്കേഞ്ചൽ റാഫേലിൻ്റെ കയ്യിലുള്ള വടി നമ്മുടെ ഈ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു സിമ്പലാണ്. അവരിങ്ങനെ പാമ്പിങ്ങനെ ആ ഒരു സിമ്പലാണ്. അപ്പം ആർക്കേഞ്ചൽ റാഫേൽ ഡോക്ടർമാരുടെ ഡോക്ടർ എന്ന് പറയും. അത് ഹീലേഴ്സിൻ്റെ ഹീലർ എന്ന് പറയും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പച്ചയായിട്ട് നല്ല ഗ്രീൻ കളറിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു എനർജീനെ. ഇതായിരിക്കും ചെയ്യുക. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അവർ പറയണം, ഞാൻ ഈ ആർക്കേഞ്ചൽ റാഫേലിൻ്റെ എനർജീനെ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറയണം. കാരണം നമ്മളെ എനർജീനെ കോൾ ചെയ്യുമ്പോൾ പലതരത്തിലെ എനർജീസ് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എനർജീൻ്റെ ഒരു ഇതില്ലാണ്ടൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഒരാളെ മാത്രം വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കുക. അങ്ങനെ വിളിച്ച് നമ്മൾ കണ്ണുകൾ അടക്കുക. അപ്പോൾ നമ്മൾ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ ക്ലെയർ വോയൻസ് എല്ലാം ക്ലെയർ സെൻസ് ആക്ടിവേറ്റ് ആയ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും റാഫേലിൻ്റെ പ്രസൻസ്. ഒന്നുകിൽ ഈ ക്ലെയർ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ടൈപ്സ് ഓഫ് സെൻസാണ് ഉള്ളത് നമുക്ക്. ക്ലെയർ ഓഡിയൻസ്, ക്ലെയർ വോയൻസ്, ക്ലെയർ കോഗ്നൈസൻസ്, ക്ലെയർ സെൻറ്റിയൻസ്. ഈ 4 സംഭവമില്ല. ഇത് വെസ്റ്റേൺ കൾച്ചറിലായതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. കാരണം എനിക്ക് ഇവിടുത്തെ ആ ഒരു ഇതിലുള്ളത് എങ്ങനെയാണ് എന്താ പറയാന്നില്ല അറിയില്ല. അപ്പോൾ ഇത് ക്ലെയർ വോയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് മനസ്സിലാക്കുക, അതായത് കാണുക. നമ്മളിപ്പം ആർക്കേഞ്ചൽ അപ്പം നമ്മൾ പറയുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ രൂപം വന്ന് എന്നെ ഇങ്ങനെ തലോടി ചിറക് കണ്ട്, അതെല്ലാം ക്ലെയർ വോയൻസിൻ്റെ അണ്ടറിൽ വരുന്ന. ക്ലെയർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കേൾക്കാൻ വേണ്ടി പറ്റും ഓരോ കാര്യങ്ങൾ ഏഞ്ചൽസ് പറയുന്നത്. അവർ ഈ ഓഡിയബിൾ ആവും. നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ, അപ്പം നമ്മൾ പറയുന്നില്ലേ 20 to 20K ആണ് നമ്മുടെ ചെവി കേൾക്കാൻ പറ്റുന്ന റേഞ്ച്. ആ റേഞ്ചിൽ താഴെയായിട്ട് അവർ സംസാരിക്കുക, അല്ല അതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ ഓഡിയൻസ് ഉള്ള ആൾക്ക് ഈ റേഞ്ചിന് താഴോട്ടും കേൾക്കാൻ പറ്റും, മുകളിലോട്ടും കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവർ നമുക്ക് ഇപ്പം രാഹുലിൻ്റെ കാര്യം എന്താണ് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ചെവിയിൽ പറഞ്ഞു തരും, ഇന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നമ്മൾ കർണവിശാചിനി എന്നെല്ലാം കേട്ടില്ലേ, ആ ഒരു ഇത് തന്നെയാണ് ഇതിലും ഉണ്ട്. അപ്പോൾ അവർ അത് ശരിക്കും പറഞ്ഞു തരും. അതാണ് ക്ലിയർ ഓഡിയൻസ്.